എം സ്വരാജ് ആ കുടുംബത്തെ ആശ്വസിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ ആ കുടുംബത്തോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നീതിപൂർവമായ കാര്യമെന്ന് പറയുന്നത് അവരുടെ ദുഃഖങ്ങളിൽ പങ്കുചേരുക, അവരുടെ സങ്കടത്തിൽ ഒപ്പം നിൽക്കുക എന്നത് തന്നെയാണ്. അത് കൃത്യമായി ചെയ്തുകൊണ്ട് ആ കുടുംബത്തിൻ്റെ സങ്കടങ്ങളിൽ പങ്കുചേരുക എന്നത് തന്നെയാണ്. അതിനപ്പുറം ഈ ഘട്ടത്തിൽ മറ്റൊന്നും നമുക്ക് ചെയ്യാനില്ല. അതോടൊപ്പം നീതിപൂർവമായ അന്വേഷണം മറുഭാഗത്ത് നടത്തിക്കൊടുക്കുക എന്നതും. ഏതായാലും ആ സങ്കടങ്ങളിൽ പങ്കുചേർന്നുകൊണ്ട് എം സ്വരാജ് ആ കുടുംബത്തിൻ്റെ വീട്ടിലെത്തുന്നു, അവരോട് സംസാരിക്കുന്നു, അവിടെയുള്ള നാട്ടുകാരോടും ആളുകളോടും ഒക്കെ സംസാരിച്ച് കാര്യങ്ങൾ നോക്കുന്നതാണ് ഇപ്പോൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഏറ്റവും വേഗത്തിൽ ചെയ്യുക എന്നത് തന്നെയാണ്. അസത്യവും നുണകളും പ്രചരിപ്പിക്കുകയല്ല ഈ ഘട്ടത്തിൽ ചെയ്യേണ്ടത്. ആ കുടുംബത്തിൻ്റെ ദുഃഖങ്ങളിൽ പങ്കുചേരുക എന്നതാണ് ഈ ഘട്ടത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യം. അത് വളരെ വേഗത്തിൽ ചെയ്തുകൊണ്ട് നിൽക്കുന്നു. ഇപ്പോൾ നമുക്കിത് കാണാൻ കഴിയുന്നത് എം സ്വരാജ് അവിടെയുള്ള ആളുകളോട് സംസാരിക്കുകയാണ്. സ്വാഭാവികമായും അദ്ദേഹത്തിന് നാട്ടുകാരാണ്, കാരണം നിലമ്പൂരുകാരനാണ്, അദ്ദേഹത്തിൻ്റെ നാട്ടുകാരനാണ്. അവരോടെല്ലാം സംസാരിച്ച് ആ കുടുംബത്തിൻ്റെ വിഷമത്തിൽ, സങ്കടത്തിൽ, അവരുടെ നഷ്ടത്തിൽ പങ്കുചേർന്നുകൊണ്ട് നിൽക്കുന്ന ഒരു നിലയിൽ നമുക്ക് ആ നേതാവിനെ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നു. അവരോടൊപ്പം ഓടിയെത്തുക, ഒരുപക്ഷെ നാട്ടിലൊരു പ്രശ്നമുണ്ടാകുമ്പോൾ, ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ അതിൽ ഓടിയെത്തുക എന്നത് തന്നെയാണ് ഒരു പൊതുപ്രവർത്തകൻ്റെ കടമ എന്ന് പറയുന്നത്. അത് കൃത്യമായി അവിടെ എം സ്വരാജ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റുന്നു. കേവലം സമരങ്ങൾക്കപ്പുറത്തേക്ക്, കേവലം രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കപ്പുറത്തേക്ക് മനുഷ്യൻ്റെ സങ്കടങ്ങളിൽ ഒപ്പം ചേരുക എന്നതല്ലേ ഏറ്റവും വലിയ പൊതുപ്രവർത്തനം. ഇന്നലെ നമുക്ക് UDF നേതൃത്വത്തിൽ നിന്ന് അത് കാണാൻ കഴിഞ്ഞില്ല. അവർ അതിനെ രാഷ്ട്രീയപരമായി നേരിടാനാണ് ശ്രമിച്ചത്. വസ്തുതകളിലേക്ക് പോകാതെ, വസ്തുതകളിലേക്ക് കടക്കാതെ രാഷ്ട്രീയം മാത്രം കാണാൻ ശ്രമിച്ച ഒരു നേതൃത്വത്തെ നമുക്ക് ഒരു ഭാഗത്ത് കാണാൻ കഴിയുന്നു. അതേസമയം തന്നെ ആർക്ക് വീഴ്ച സംഭവിച്ചാലും അവർക്കെതിരെ നടപടി വേണം, കുറ്റക്കാർ ശിക്ഷിക്കപ്പെടണം, ആ കുടുംബത്തിന് നീതി കിട്ടണം എന്ന് പറഞ്ഞ് നിൽക്കുന്ന മറുഭാഗത്തെ നമുക്ക് ഇടതുപക്ഷത്തും കാണാൻ കഴിയുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നു. ആ കുടുംബത്തിൽ കുഞ്ഞിനെ നഷ്ടപ്പെട്ട ആ കുടുംബത്തെത്തി എം സ്വരാജ് അവരോട് സംസാരിക്കുന്നത്, അവരുടെ സങ്കടങ്ങളിൽ പങ്കുചേർന്ന് നിൽക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവിനെ, പൊതുപ്രവർത്തകനെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഈ ഘട്ടത്തിൽ നമുക്ക് അവരോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കടമയെന്ന് പറയുന്നത് നീതിപൂർവമായ അന്വേഷണം നടത്തി കുറ്റക്കാരെ പിടികൂടുക, അതോടൊപ്പം തന്നെ അവരുടെ സങ്കടങ്ങളിൽ പങ്കുചേർന്നുകൊണ്ട് അവർക്കൊരു കൈത്താങ്ങായി കൂടെ നിൽക്കുക എന്നത് തന്നെയാണ് നമുക്കിവിടെ കാണാൻ കഴിഞ്ഞത്. നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, മറുഭാഗത്ത് ഒരിടത്തു നിന്നും നമുക്ക് ഇത്തരത്തിലൊരു നീക്കം കാണാൻ കഴിഞ്ഞിട്ടില്ല. കേവലം രാഷ്ട്രീയ ആക്രോശങ്ങളല്ലാതെ ഒരു ആ ദുരന്തത്തിൻ്റെ ദുഃഖം ഉൾക്കൊണ്ടുകൊണ്ടൊരു വാക്ക് പോലും പറയുന്നത് അവരുടെ ഭാഗത്ത് നിന്ന് നമുക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടില്ല. അവിടെയാണ് വേറിട്ട് നിൽക്കുന്ന ഇടത് നേതാക്കളെയും ഇടത് സ്ഥാനാർത്ഥിയെ നമുക്ക് കാണാൻ കഴിയുന്നത്. ആ കുടുംബത്തോടൊപ്പം ഓടിയെത്തി അവരുടെ സങ്കടങ്ങളിൽ പങ്കുചേരുന്നു. അതാണ് ഏറ്റവും നല്ല മാനവികതയുടെ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന ഒരു കാഴ്ച നമുക്കവിടെ കാണാൻ കഴിയുന്നു. തെരഞ്ഞെടുപ്പ് എന്നതിനപ്പുറത്തേക്ക് നാട്ടിലൊരു പ്രശ്നമുണ്ടായാൽ, നാട്ടിലെ മനുഷ്യർക്ക് ഒരു ദുരന്തം നേരിട്ടാൽ അതിനോട് ചേർന്ന് നിന്നുകൊണ്ട് അത് പരിഹരിക്കാൻ ശ്രമിക്കുക എന്ന സ്വാഭാവികമായ നടപടി ഒരു ഭാഗത്ത് നിന്ന് വരുന്നു. മറുഭാഗത്ത് അതിൻ്റെ നീതിപൂർവമായ അന്വേഷണം അടക്കമുള്ള കാര്യങ്ങൾ, അതിൻ്റെ ഭാഗമായി ഇപ്പോൾ 3 പേർ പിടിയിലായിരിക്കുന്നു. അതിൽ അവർ ഈ പന്നിയെ വേട്ടയാടി മാംസം കച്ചവടം ചെയ്യുന്ന ആൾക്കാരാണ് എന്ന വ്യക്തത ഇപ്പോൾ നമ്മുടെ മുൻപിലേക്ക് ഈ പുലർച്ചെ തന്നെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതൊന്നും അറിയാതെ ഇന്നലെ സർക്കാരിനെയും KSEBയെയും ഒക്കെ കുറ്റം പറഞ്ഞുകൊണ്ട് സമരം നടത്തിയ UDF നേതൃത്വം എവിടെ നിൽക്കുന്നു, ഈ കുടുംബത്തോടൊപ്പം ഓടിയെത്തിയ ഇടതു നേതൃത്വം എവിടെ നിൽക്കുന്നു എന്നതാണ് നമ്മളിവിടെ കാണേണ്ടത്. അതുതന്നെയാണ് ഈ ദൃശ്യം നമ്മളെ വേറിട്ട് നിർത്തുന്നത്. ആ മനുഷ്യരുടെ സങ്കടത്തിൽ ഒപ്പം ചേർന്ന് നിൽക്കുന്ന എം സ്വരാജിനെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവരുടെ സങ്കടങ്ങൾ കേൾക്കുന്നു, ആ കുടുംബത്തോട് സംസാരിക്കുന്നു, അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുകയാണ്. ആ നാട്ടുകാരൻ എന്ന നിലയിൽ, ആ നാട്ടിലെ പ്രധാനപ്പെട്ട പാർട്ടി നേതാവ് എന്ന നിലയിൽ, ഒപ്പം തന്നെ അവിടുത്തെ സ്ഥാനാർത്ഥി എന്ന നിലയിൽ. കാരണം ഇവിടെ സ്ഥാനാർത്ഥിയും നേതാവും ഒക്കെ എം സ്വരാജിനെ സംബന്ധിച്ച് അവസാനം മാത്രമേ വരുന്നുള്ളൂ. കാരണം മനുഷ്യൻ്റെ സങ്കടങ്ങളിൽ ഒപ്പം ചേരുക എന്ന സന്ദേശം എപ്പോഴും നമ്മളോട് പങ്കുവയ്ക്കാറുള്ളതാണ്. അത് ലോകത്തിൻ്റെ ഏത് കോണിൽ നടന്നാലും ആ സങ്കടപ്പെടുന്ന, വേട്ടയാടപ്പെടുന്ന മനുഷ്യരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാറുള്ള സ്വരാജിനെ നമുക്ക് കാണാറുള്ളതാണ്. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പും സ്ഥാനാർത്ഥിത്വവും ഒക്കെ സ്വരാജിനെ സംബന്ധിച്ച് ഈ പ്രശ്നത്തിൽ ഏറ്റവും അവസാനം മാത്രമേ വരുന്നുള്ളൂ. ആ നാട്ടുകാരൻ എന്ന നിലയിൽ, അവിടുത്തെ മനുഷ്യരുടെ പ്രതിനിധി എന്ന നിലയിലാണ് ഇപ്പോൾ എം സ്വരാജ് അവിടെ എത്തി ആ കുടുംബത്തിൻ്റെ വേദനയിൽ, ദുഃഖങ്ങളിൽ പങ്കുചേരുന്നത്. ഏതായാലും നീതിപൂർവമായ ഇടപെടലുകൾ ഒരു ഭാഗത്ത് നടക്കുന്നു. അന്വേഷണം വളരെ വേഗത്തിൽ മുന്നോട്ട് പോകുന്നുണ്ട്. അതിൽ തൻ്റെ ഭാഗമായിട്ട് 3 പേർ പിടിയിലാവുകയും ചെയ്തിട്ടുണ്ട്. മാധ്യമപ്രവർത്തകരൊക്കെ അവിടെ കൂടി നിൽക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. നമുക്കത് കാണാൻ പറ്റുന്നുണ്ട് ആ ദൃശ്യങ്ങൾ പകർത്തുന്നത്. ഇത് ഏതായാലും ഓടിയെത്തിയിരിക്കുന്നു അങ്ങോട്ടേക്ക് എന്നത് ഏറെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. ആ കുടുംബത്തിന് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുക, അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുക, അവരോടൊപ്പം നിന്നുകൊണ്ട് മുന്നോട്ട് പോവുക എന്നത് മാത്രമാണ് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. ആ രീതിയിൽ നമുക്കത് കാണാനും അനുഭവിച്ചറിയാനും പറ്റുന്നുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്.
ഇപ്പോൾ അനന്തുവിൻ്റെ വീട്ടിൽ എം സ്വരാജ് വന്നിരിക്കുന്നു. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങൾ നമ്മൾ കാണുകയാണ്. കേവലം രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് എല്ലാവരും മനുഷ്യരാണ്, ആത്യന്തികമായി മനുഷ്യരുടെ ദുഃഖങ്ങളിൽ ഒപ്പം നിൽക്കേണ്ടവരാണ് നമ്മളെല്ലാവരും എന്ന വലിയൊരു സന്ദേശം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങൾ അത് കാണാൻ കഴിയുന്നത്. കുടുംബത്തെ ആശ്വസിപ്പിക്കുന്ന, അവരുടെ സങ്കടങ്ങളിൽ പങ്കുചേരുന്ന എം സ്വരാജിനെ നമുക്ക് അവിടെ